സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് പ്രഭാരി വിനോദ് ധാവഡെ, സഹപ്രഭാരി ശോഭ കരന്തലജെ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കീഴ്ഘടകങ്ങളിൽ നിന്ന് ശേഖരിച്ച സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കും. ഓരോ മണ്ഡലത്തിലേക്കും 3 അംഗ പട്ടികയാണ് ജില്ലകളിൽ നിന്ന് നൽകിയത്. PS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, എന്തൊക്കെ നിർണായക തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു? സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഒരു പ്രാഥമിക രൂപം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ? ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളെങ്കിലും സ്ഥാനാർത്ഥികളെ അതിവേഗത്തിൽ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ രണ്ടാം ഘട്ട നടപടിയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന് പറയുന്നത് കീഴ്ഘടകങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ പേരുകൾ വരും. ആ വ്യത്യസ്തമായ പേരുകൾ ഒരു 3 അംഗ പട്ടികയിലേക്ക് ചുരുക്കി അത് കേന്ദ്ര പാർലമെന്ററി ബോർഡിന് സമർപ്പിക്കുക എന്നുള്ളതാണ് നിയമസഭാ സമിതിയുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചുമതല എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് സമിതി ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന ദേശീയ നേതാക്കളായിട്ടുള്ള വിനോദ് ധാവഡെ, ശോഭ കരന്തലജെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും ചില തർക്കങ്ങൾ, ചില നേതാക്കളുടെ അവകാശവാദങ്ങളൊക്കെ തർക്കങ്ങളായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ മണ്ഡലങ്ങളിൽ കൂടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നതുകൊണ്ട് നേതാക്കന്മാരുടെ അവകാശവാദങ്ങളെക്കാൾ ജയസാധ്യതയും അതുപോലെ തന്നെ ഈ പഠനങ്ങളുടെ റിപ്പോർട്ടുമൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ നേമത്താണെന്നും കഴക്കൂട്ടത്ത് വി മുരളീധരൻ ഉണ്ടെന്നും അതുപോലെ തന്നെ കാട്ടാക്കടയിൽ P.K. കൃഷ്ണദാസ് ഉണ്ടെന്നും ഒക്കെ നേരത്തെ തന്നെ നമുക്കറിയാം. പക്ഷേ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി ആരാണ്? അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ അവകാശവാദമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ R. ശ്രീലേഖ ആയിരിക്കുമോ കൃഷ്ണകുമാർ ആയിരിക്കുമോ എന്നുള്ള തർക്കമുണ്ട്. തൃശ്ശൂരിൽ M.T. രമേശ് വരുമോ, തിരുവല്ലയിൽ അനൂപ് ആന്റണി വരുമോ തുടങ്ങിയ പല ചോദ്യങ്ങൾ. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനാണോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്ന പ്രശാന്ത് ശിവനെ പോലുള്ള ആൾക്കാർ വരുമോ? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ആ യോഗം സമാപിച്ച ശേഷം ഉത്തരവുണ്ടാകും. ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനമായിരിക്കും കേന്ദ്ര പാർലമെന്ററി ബോർഡിന് പട്ടികയായി സമർപ്പിക്കുക. ശരി, A ക്ലാസ് മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനാണ് ബി.ജെ.പിയിൽ ചർച്ചകൾ നടക്കുന്നത്. ഇന്നത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതുകൊണ്ട് തന്നെ ഏറെ നിർണായകവുമാണ്. PS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.